എല്ലാവർക്കും നമസ്കാരം. ഇനി രോഗങ്ങളില്ലാതെ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉറക്കം എന്നുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഉറങ്ങേണ്ടതെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് 3 മണിക്കൂറിന് ശേഷം നമ്മൾ ഉറങ്ങണം എന്നാണ് പറയുന്നത്. അക്യുപഞ്ചർ രീതി പ്രകാരം രാത്രി 9 മണിക്ക് കിടന്ന് അത് ഉറക്കം വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ പോയി ബെഡിലേക്ക് കിടക്കണം. അതിനുശേഷം രാവിലെ ഒരു 3 മണിക്ക് ശേഷം എണീക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മുടെ ശരീരം രാത്രി മുഴുവൻ ഹീലിംഗ് പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കൊക്കെ റെസ്റ്റ് കിട്ടേണ്ടത് ഈ ടൈമാണ്. അതിന് എന്തെങ്കിലും റിപ്പയറിങ് വർക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് രാത്രിയുള്ള സമയം മുഴുവൻ ആന്തരിക അവയവങ്ങളെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തുകൊണ്ട് രാവിലെ ആകുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് നമുക്ക് എണീക്കാൻ വേണ്ടി പറ്റും. ഭയങ്കര എനർജറ്റിക് ആയിരിക്കും രാവിലെ ആകുമ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട്. 9 മണിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ഫോണിലും ടി വിയുടെ മുന്നിലും ഇരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഉറക്കം ലേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. 11 മണി 12 മണിക്കൊക്കെ ഉറങ്ങുന്നവർ പിന്നെ അവരുടെ കിടന്നാൽ പോലും അവർക്ക് പിന്നെയും ഉറക്കില്ല. അപ്പോൾ പിന്നെയും ഫോൺ കണ്ടുകൊണ്ട് ഉറക്കം ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഫോണിലേക്ക് നോക്കിയിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ ഇത്തരം അറിവുകൾ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഉറക്കത്തിനെ കുറിച്ചുള്ള ഈ അവയർനെസ് നിങ്ങളൊന്ന് പാലിച്ചു നോക്കൂ. കിടന്നാൽ ഉറക്കം ഉണ്ടാകാത്തതെന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൊണ്ടാണ്. പല ചിന്തകളാണ് നമുക്ക്. ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് പലവരും കിടന്നുറങ്ങുന്നത്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉറക്കം പകുതി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫുഡ് നേരത്തെ കഴിക്കുന്നതിന് സന്ധ്യക്ക് മുന്നേ നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ രാത്രി ഒരു 9 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരുള്ളൂ. ഫുഡ് എത്രത്തോളം ലേറ്റ് ആകുന്നു അതിനനുസരിച്ച് ഉറക്കവും അങ്ങോട്ട് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ വൈകുന്നേര സമയത്ത് ചായ കാപ്പി പോലുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന് അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം രോഗമില്ലാണ്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും 9 മണി കഴിഞ്ഞ് 10 മണിക്കുള്ളിൽ നമ്മൾ കിടക്കണം. കാരണം 11 മണി ആയിക്കഴിഞ്ഞാൽ ലിവറിൻ്റെ ഫങ്ഷൻ അവിടെ നമ്മുടെ ശരീരത്തിൽ പകൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടായിന് അത് മുഴുവൻ റിപ്പയറിങ് ചെയ്യുന്ന പ്രോസസ്സാണ് 11 മണിക്ക് നടക്കേണ്ടത്. അപ്പോൾ 11 മണിക്ക് നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ ശരീരത്തിന് ആ ഫങ്ഷൻ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക അസുഖങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖം വരുന്ന സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ പകലൊക്കെ ഉറങ്ങിപ്പോകുന്നത് കാണാറില്ലേ? ഇതിൻ്റെ ശരീരം ആ ടൈമും ചെയ്യുന്നത്. രാത്രി എല്ലാ ദിവസവും ഈ ഹീലിങ്ങിന് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം കൃത്യമായിട്ട് ഒരു സമയത്ത് പോയി കിടന്ന് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് രോഗം വന്ന ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് കുടിച്ച് പിന്നെ അതിന് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ കൂടിയ ഒരു ബൈസ്റ്റാൻഡർ വേണം, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും ഇല്ലാണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ അറിയുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഉറക്കത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറാകുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ശരീരം ഒരുപാട് ടോക്സിൻസ് ശരീരത്തിലുള്ളത് റിമൂവ് ചെയ്യുന്നുണ്ട്. എല്ലാ അവയവത്തിനും അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ ഇമോഷനെയും ബാധിക്കുന്നുണ്ട്. ശരിയായി ഉറക്കമില്ലെങ്കിൽ പിറ്റേന്ന് നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും. അപ്പോൾ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ശരിയായ ഉറക്കത്തിലൂടെ പറ്റും. ആദ്യമൊക്കെ കഴിയില്ല, നമ്മളിങ്ങനെ ചിന്തകൾ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരില്ല. പക്ഷെ പിന്നീട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വേഗം തന്നെ ഉറക്കം വന്ന് ഒരു ഗാഢനിദ്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല. കാരണം നമ്മൾ നാളെ പോകേണ്ടതിൽ ചിന്തിച്ചിട്ട് നമുക്ക് ഉറക്കം വരായികയുണ്ടാകും. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും കിടന്നുകൊണ്ട് ഇതെൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടാണ്, ശരീര ഹീലിംഗ് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ച് കിടന്നു കഴിഞ്ഞാൽ ഒരാഴ്ച ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ കിടക്കുന്ന സമയത്തൊന്ന് മാറി ഫുഡൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് വരുന്നത് കാണാൻ പറ്റും. ഭയങ്കര സന്തോഷമായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ നല്ല സമാധാനമുണ്ട്. ശരീരത്തിന് അസുഖമില്ലേ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സമാധാനം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന് എത്രയും പ്രാധാന്യമാണ്. നമ്മൾ ശരിയായിട്ട് 8 മണിക്കൂർ ഉറങ്ങുന്നതല്ല ശരിയായിട്ടുള്ള ഉറക്കം. നമ്മൾ ആ രാത്രി 9 മണിക്ക് ശേഷം കിടന്നുറങ്ങി ഒരു രാവിലെ ആകുമ്പോൾ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് നമ്മുടെ ശരിയായ ഉറക്കത്തിന് പറയുന്ന ഒരു
ഹെൽത്തി ഉറക്കം ആയിരിക്കണം നമുക്ക് എപ്പോഴും കിട്ടേണ്ടത്. അപ്പോഴാണ് നമുക്ക് പകൽ പോയി കഴിഞ്ഞാൽ എല്ലാ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ വീട്ടുകാരോടൊക്കെ പകൽ നമുക്ക് നല്ലൊരു സമാധാനത്തോടെ അവരോട് പെരുമാറാൻ കഴിയുന്നത്. ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലോണം ജോലി ചെയ്യാനൊക്കെ പറ്റുന്നത്. അതുപോലെ തന്നെ പകുതി ഉറക്കം കിട്ടിയില്ലേ നമ്മൾ പറയില്ല, ഇന്നെന്തോ ഇന്നൊരു മൂഡ് ശരിയില്ല, ഉറക്കമൊന്നും ശരിയായിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അത് ഇതുകൊണ്ടാണ്. നമുക്ക് ആ ഗാഠനിദ്ര നല്ല സമാധാനത്തോടെ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ പിറ്റേന്ന് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിന്, നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വരുന്ന രോഗം പെട്ടെന്ന് ഹീലായി പോകണം എന്നുണ്ടെങ്കിൽ ഈ ഉറക്കത്തിന് ശ്രദ്ധിച്ചുകൊണ്ട് ആ ഉറക്കം ഒരു 9 മണി 9:30ക്കുള്ളിൽ കിടന്നുകൊണ്ട് രാവിലെ പുലർച്ചയ്ക്ക് എണീച്ച് കുളിച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫ് വലിയ വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.